പരാജയപ്പെട്ടു. തോട്ടം സൂക്ഷിക്കുന്ന കാര്യത്തിൽ ആദാം പരാജയപ്പെട്ടു. സൂക്ഷിപ്പിന്റെ പരാജയമാണ് മറ്റൊരുവൻ അകത്തേക്ക് നുഴഞ്ഞു കയറുവാനിടയായത്. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. മറ്റൊരുവൻ അകത്തേക്ക് നുഴഞ്ഞു കയറി ദൈവിക പദ്ധതികളെ സകലത അട്ടിമറിച്ചുകൊണ്ട് മാനവരാശിയെ ദൈവത്തിൽ നിന്നകറ്റ് പാപത്തിനടിമയാക്കി നിത്യപർദീസയിൽ നിന്ന് പുറത്താക്കപ്പെടുവാനിടയായി. അങ്ങനെ ആദിമ മനുഷ്യൻ പാപിയായി തീർന്നു. നിങ്ങളോട് ചോദിച്ചാൽ ആരാണ് ആദ്യം പാപം ചെയ്തത്, മനുഷ്യനോടുള്ള ബന്ധത്തിൽ ആരാ പാപം ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ആരുടെ പേര് പറയുമെന്നറിയാമോ? ആരുടെ പേരാ പറയുക? ഹൗവ. സഹോദരിമാര് കൂട്ടത്തോട് പറയും. ഇവരാരും പറയത്തില്ല. സഹോദരിമാര് കൂട്ടത്തോട് പറഞ്ഞോ ഹൗവയാണ് പാപം ചെയ്തത്. നമ്മുടെ അച്ചായന്മാരെല്ലാം മിണ്ടാണ്ടിരിക്കുക. എന്നതിനാണെന്നറിയോ? സ്വത്രം വീട്ടിലെന്നാലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഇവർക്കിട്ട് 4 കൊടുക്കണം. നീ കാരണമാടി ഇതെല്ലാം സംഭവിച്ചത്, അഥവാ ഹൗവ കാരണം ഇതെല്ലാം സംഭവിച്ചത്, അതുകൊണ്ടാണ് ഞാനിതെല്ലാം അനുഭവിക്കുന്നത്. ക്ഷമരാരും മിണ്ടത്തില്ല. എന്നാൽ ഇന്ന് പകല്, ഇന്ന് രാത്രിയില് ഞാൻ എന്റെ പ്രിയ സഹോദരിമാർക്ക്, കർത്തൃദേവാസിമാർക്ക് ഞാനൊരു സ്വാതന്ത്ര്യം വിളംബരം ചെയ്യുകയാണ്. ഞാനൊരു വിടുതല് പ്രഖ്യാപിക്കുകയാണ്. ഹൗവയല്ല പാപം ചെയ്തത്. തെളിയിക്കാമോ? ഹൗവ പാപം ചെയ്തു ആർക്കെങ്കിലും തെളിയിക്കാമോ? നോ. ചോദിക്കും, പഴമൊക്കെ ആദ്യം തിന്നത് ഈ ഹൗവ അമ്മച്ചി അല്ലേ? മറ്റേ ആളെ വന്ന് നുഴഞ്ഞു വന്ന് 2 കൊരിന്ത്യർക്ക് ലേഖനം 11-ാം അധ്യായം 2-ാം വാക്യത്തില് പൗലോസ് പറയുന്നുണ്ട്. ഞാൻ ആ വാക്യം പിന്നീട് പറയേണ്ടതാണെങ്കിലും ഇടയ്ക്ക് കയറുമെന്ന് പറഞ്ഞോട്ടെ. സർപ്പം ഹൗവയെ ഉപായത്തിൽ ചതിച്ചതുപോലെ ഹൗവ വഞ്ചിക്കപ്പെട്ട, ചതിക്കപ്പെട്ട, പറ്റിക്കപ്പെട്ടൊരു കഥാപാത്രമാണ്. പിന്നെ ആരാ പാപം ചെയ്ത്? യെശയ്യാപ്രവചനം 43-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിന്റെ ആദ്യ പിതാവ് പാപം ചെയ്തു. യെശയ്യാപ്രവചനത്തിലും ഇയ്യോബിന്റെ പുസ്തകത്തിലും അവർ ആദാം എന്ന പോലെ തങ്ങളുടെ ലംഘനങ്ങളെ മറച്ചു വച്ചു എന്ന് കാണുവാനായി കഴിയും. റോമാലേഖനം പഠിക്കുമ്പോ ഏക മനുഷ്യനാൽ പാപമോ പാപത്താൽ മരണമോ ലോകത്തിലേക്ക് കടന്നു. ഈ കൽപ്പന ലഭിച്ചത് ഹൗവയ്ക്കല്ല, ആദാമിന. ഹൗവ പഴമൊക്കെ ഭക്ഷിച്ചിട്ട് ചായന് കൊടുക്കാൻ കുറെ ബാക്കിയൊക്കെ വെച്ചിരുന്നു കേട്ടോ. എല്ലാം തീർത്തില്ല. ചായ വൈകിട്ട് തോട്ടത്തിൽ നിന്ന് വന്നപ്പോ, ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോ ഇതെടുത്ത് കൊടുത്തു. അദ്ദേഹമൊക്കെ നോക്കിയിട്ട് അങ്ങ് ഭക്ഷിച്ചു. ആദാം ചെയ്യേണ്ടിയിരുന്നത് ആ പഴവും ഹൗവയെയും പിടിച്ചുകൊണ്ട് ഒരു ചിരി മണിക്കൂറുകൾ അവിടെ വെയിറ്റ് ചെയ്യണമായിരുന്നു. സായം സന്ധ്യയിൽ തോട്ടത്തിൽ ഇറങ്ങി വരുന്ന പിതാവായ ദൈവം ഇറങ്ങി വരുന്നത് വരെ ഇതിനൊരു പരിഹാരം ദൈവം നൽകേണ്ടതിന് വെയിറ്റ് ചെയ്യേണ്ടിയ ആദാം തനിക്ക് തന്റെ സഹധർമ്മിണി എന്നേക്കുമായി നഷ്ടപ്പെടുമെന്നുള്ള അഭയത്താൽ, ഹൗവയോടുള്ള അനുരാഗത്താൽ ആദാം ആ പഴം ഭക്ഷിച്ച് എന്നേക്കും പാപയായി തീരുവാൻ.
ദൈവം ഇറങ്ങി വന്നു, ആദാമേ നീ എവിടെ? അതാ പറഞ്ഞു, ഞാൻ നിന്റെ കാലൊച്ച കേട്ടിട്ട് നഗ്നനാകൊണ്ട് ഞാൻ വൃക്ഷത്തിന്റെ ചുവട്ടിൽ മറഞ്ഞിരിക്കുന്നു. നീ നഗ്നനെന്ന് ആര് പറഞ്ഞു? ഞാൻ നിന്നോട് തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുവോ? ആദാം പറഞ്ഞു, നീ എന്നോടുകൂടെ ഇരിപ്പാൻ തന്ന സ്ത്രീ തന്നു, ഞാൻ ഭക്ഷിച്ചു. അവയോട് ചോദിച്ചു, നീ എന്തിനാ അങ്ങനെ ചെയ്തത്? അവള് പറഞ്ഞു, സർപ്പവനെ പറ്റിച്ചു, ചതിച്ചു. ഇവരാരും സ്വയം തെറ്റെടുക്കുവാൻ തയ്യാറല്ല. ഞാൻ തെറ്റിപ്പോയി എന്ന് ഏറ്റു പറയുവാൻ ഒരാരും തയ്യാറായില്ല. അവർ പഴി മറ്റൊരാളിന്റെ പുറത്ത് ചാരുകയാ. ഇന്നും അങ്ങനെയാണല്ലോ. നീ കാരണമാണ്, അവൾ കാരണമാണ്, അവൻ കാരണമാണ്, ഇന്നാര് കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് പഴിചാരി നാം രക്ഷപ്പെടാറുണ്ട്. തീർന്നില്ല. 3-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 15-ാം വാക്യത്തിൽ അധ്യക്ഷൻ ആ വാക്യം ഉറപ്പിച്ചു. സർപ്പത്തിനോട് ദൈവം ഒരു ദൂത് പറയുക, നീ ഇത് ചെയ്തത് കൊണ്ട് സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ ജനിച്ചു വരും, അവൻ നിന്റെ തലയെ തകർക്കും. സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ അതിശക്തമായൊരു പ്രഖ്യാപനമാണ് നമുക്കവിടെ ഉൽപ്പത്തി പുസ്തകം 3:15 കാണുവാനായി കഴിയും. നിങ്ങളാരും സ്തോത്രം പറഞ്ഞില്ലെങ്കിലും, നിങ്ങളാരും ഹല്ലേലൂയ പറഞ്ഞില്ലെങ്കിലും ഞാൻ പ്രസംഗിക്കും. സ്തോത്ര പറഞ്ഞ് സ്തോത്രം പറയാമെന്ന് നിങ്ങളാരും പ്രതീക്ഷിക്കേണ്ട. നിങ്ങളെ പറഞ്ഞ് സ്തോത്രം പറയിപ്പിക്കത്തുമില്ല. നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കണമെന്ന് തോന്നിയാൽ സ്തുതിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദൈവം പ്രഖ്യാപിച്ചോ, സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ എഴുന്നേറ്റ് വരും, അവൻ നിന്റെ തലയെ തകർക്കും. അന്ന് മുതൽ ഈ സാത്താൻ കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുകയാണ്. എന്റെ തലയെ തകർക്കാൻ വരുന്ന സന്തതി ആര്? അന്ന് മുതൽ ഈ സാത്താൻ നോട്ടമിട്ടതാണ് തലമുറകളെ തകർക്കുക എന്നുള്ളത്. കയീൻ ജനിക്കുന്നു, ഹാബേൽ ജനിക്കുന്നു. സാത്താൻ നോക്കി, കായീൻ കുറെ കൗശലങ്ങളിലൂടെ പോകുന്നു. പക്ഷെ ഹാബേൽ അങ്ങനല്ല, വിശ്വസ്തിയോടെ ദൈവത്തെ ആരാധിക്കുന്നു. സാത്താൻ ചിന്തിച്ചോ, ഈ ഹാബേലായിരിക്കാം എന്റെ തല തകർക്കുവാൻ എഴുന്നേറ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് സാത്താൻ കൈന്റെ ഉള്ളിലേക്ക് കയറി ദൈവത്തിന് പ്രയോജനപ്പെടേണ്ട ഹാബേലിനെ കൊന്നുകളഞ്ഞായി സാത്താൻ തലമുറയെ നശിപ്പിച്ചു കളഞ്ഞു. അന്ന് മുതൽ ഇങ്ങോട്ട് നാം നോക്കിയാൽ ദൈവത്തിന് പ്രയോജനപ്പെടേണ്ട തലമുറകളെ പലതിനെയോ സാത്താൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വായ്ത്തത്വമുള്ളതിന് വളരാൻ അനുവദിക്കാതെ അതിനെ വെട്ടിക്കളയുന്ന സാത്താന്യ തന്ത്രങ്ങള് നമുക്ക് അവിടെ മുതൽ കാണാൻ കഴിയും. നോവയുടെ കാലം വന്നു, സകല സന്തതികളെ വഷളാക്കി. പക്ഷെ നോവയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ചരിത്രത്തിലോട്ടൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല, നമുക്കറിയാവുന്ന ഭാഗമാണ്. ജലപ്രളയത്താൽ സകലത്തെ നശിപ്പിക്കുമ്പോൾ നോവയെ തന്റെ
കുടുംബത്തെ, തന്റെ 3 പുത്രന്മാരെയും അവരുടെ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്ര. ആ നോഗയുടെ 9ാമത്തെ കൊച്ചുമകനാണ് അബ്രഹാം. പ്രൈസ് ദി ലോർഡ്. അഥവാ സ്തോത്രം. അതെ, ഈ നോഗയുടെ മകൻ ശേത്തിന്റെ 9ാമത്തെ തലമുറയാണ് അതേ അബ്രഹാം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. അബ്രഹാമിൽ കൂടെ ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ദൈവം പദ്ധതിയിട്ടപ്പോ ആ സാറയുടെ ഉദരത്തെ സാത്താൻ ബന്ധിച്ചു വെച്ചു. വാഴ്ത്തത്ത സന്തതി പുറത്തു വരരുതെന്ന് സാത്താൻ പദ്ധതിയിട്ട് അതവരുടെ ഉദരത്തെ അടച്ചു വെച്ചു. പക്ഷേ ദൈവത്തിന്റെ സമയമായപ്പോൾ ഒരു ഇസഹാക്ക് പുറത്തു വന്ന് 25 വർഷം കാത്തിരിക്കേണ്ടി വന്നു. സ്വത്ര അടുത്ത സന്തതി ഇസഹാക്കിന്റെ അടുത്തൊരു തലമുറ ജനിക്കാൻ 20 വർഷം ഇസഹാക്ക് പ്രാർത്ഥിക്കേണ്ടി വന്ന് ചരിത്രം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തലമുറകൾ കടന്നു വന്നു. മോശയുടെ കാലമായപ്പോൾ സാത്താൻ വിചാരിച്ചു, ഈ തലമുറയിലാണ് എന്റെ തലയെ തകർക്കാൻ ആരോ എഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് ഫറവോന്റെ അകത്തു കയറി ജനിക്കുന്ന സകല തലമുറകളെയും ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ ഒഴുക്കിക്കളയുവാൻ സാത്താൻ പദ്ധതിയിടുവാനിടയായി. എന്നാൽ അതിന്റെ നടുവില മോശയെ ദൈവം സംരക്ഷിക്കുവാനിടയായെങ്കിൽ ഇന്ന് രാത്രി ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ. വാഴ്ത്തത്വമുള്ളവന്, നിയോഗമുള്ളവന്, അഭിഷേകമുള്ളവന് ഒരു ശത്രുവിന്റെ കരങ്ങളിലോ ദൈവം ഇട്ടുകൊടുക്കാതെ നിന്നെ തകർക്കുവോ. ശത്രു എവിടെ പദ്ധതി ഒരുക്കിയോ അവിടെ തന്നെ നിന്നെ സംരക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. മോശയെ ദൈവം സംരക്ഷിച്ചു. സ്തോത്രം. ഞാൻ അവിടെ നിന്നുകൊണ്ടൊരു ദൂത് കയറി പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്ര. അതെ, യോബിന്റെ പുസ്തക 14 7 വാക്യം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ അത് പിന്നെയും പൊട്ടിക്കിളറുക. അതേ സ്തോത്ര. അത് മണ്ണ് അതിന്റെ കുറ്റി കെട്ടുപോയാൽ വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് ഇളം തളിരുക വിടാതിരിക്കയില്ല. സാത്താൻ വെട്ടിയ മണ്ഡലങ്ങള്, സാത്താൻ വെട്ടിയ തലമുറകള് അത് ഈ മണ്ണിൽ കെട്ടുപോകാൻ സ്വർഗം അനുവദിക്കാതെ അത് പരിശുദ്ധാത്മാവിന്റെ ആ വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് ഇളം തൈകളെ പുറപ്പെടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവത്തിന്റെ അവബോധം പറയുകയാണ്. മടങ്ങി വരട്ടെ. ഇങ്ങനെ പോയാല് സ്വത്രം എനിക്ക് അനുവദിച്ച സമയത്തിൽ നിർത്താൻ പറ്റത്തില്ല. ഗലാത്യലേഖനം 4 വാക്യം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. ന്യായപ്രമാണത്തിന്റെ കീഴിലൊരു വിലക്ക് വാങ്ങി പുത്രത്വം നൽകാനത്രേ. ആ പദം ശ്രദ്ധിക്കണേ. ഉൽപ്പത്തി പുസ്തകം 3 വാക്യത്തില് ദൈവം പ്രഖ്യാപിച്ച പ്രഖ്യാപന കാലസമ്പൂർണത വന്നപ്പോൾ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്നോട് ദൈവം പറഞ്ഞ ദൂത്, നിന്നോട് ദൈവം പറഞ്ഞ വാഴ്ത്തത്ത് അത് നിവർത്തിക്കുവാൻ ദൈവത്തിനൊരു കാലസമ്പൂർണതയുണ്ട്. എന്നെ കേൾക്കുന്ന മന്യശ്രോതാവേ, അതേ സ്തോത്രം. നീ എവിടെ ഇരുന്നാലോ ഇന്ന് രാത്രി ദൈവം നിന്നോട് ദൂത് പറയുകയാ. നിന്നോട് ദൈവം ചെയ്ത വാഴ്ത്തത്ത് അതിന്റെ പൂർത്തീകരണത്തിലെത്തുവാൻ ദൈവത്തിന്റെ ഒരു കാലസമ്പൂർണതയുണ്ട്. മൂന്നാമധ്യായം ഗലാത്യലേഖനം 3 13 വാക്യം വായിച്ചോട്ടെ. ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശാപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി
ശാപമായി തീർന്നു. അടുത്ത വാക്യം കൂടെ. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി. വായിച്ചാട്ടെ. അബ്രഹാമിന്റെ വായ്ത്തത്വം, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. Praise the Lord. Praise the Lord. Hallelujah. എന്തിനാ യേശു ക്രൂശിന്മേൽ മരിച്ചത്? 1 ഉൽപ്പത്തി 3 പ്രഖ്യാപനമാണ്. സ്തോത്രം. 2 ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ നമ്മെ വിലക്കുവാൻ. ചിലരോടെങ്കിലും ചോദിച്ചാൽ യേശു നമ്മെ എവിടെ നിന്നാ വീണ്ടെടുത്തത്, യേശു ആർക്കാ വില കൊടുത്തത് എന്ന് ചോദിച്ചാൽ ഇന്നും കൃത്യമായ ആൻസർ പറയാൻ കഴിയാത്തവർ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ളവർക്കായി മാത്രം ഞാനതൊന്നുകൂടെ ആവർത്തിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശു വില കൊടുത്തത് ന്യായപ്രമാണത്തിനാണ്. യേശു നമ്മെ വീണ്ടെടുത്തത് ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. തിരുവെഴുത്ത് അങ്ങനെ വളരെ വ്യക്തമായി അവിടെ പഠിപ്പിക്കുകയാണ്. നമ്മെ വീണ്ടെടുത്തിട്ട് പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്ന അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ കൂടെ ജാതികൾക്ക് ലഭിക്കേണ്ടതിന് ഒരു വാഴ്ത്തത്തെ വിഷയമാക്കി ദൈവം മാറ്റുവാനിടയായി. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. നമ്മുടെ കുറുവാക്യം കുഞ്ഞാട്ടിന്റെ കല്യാണം വന്നവല്ലോ. ആരാണ് ഈ കുഞ്ഞാട് എന്നത് തെളിയിക്കാനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്നത്. യെശയ്യാ പ്രവചനം 53 അധ്യായം 7 വാക്യത്തിലാണ് യേശുക്രിസ്തുവിനെ കുഞ്ഞാട് എന്നാദ്യമായി പരിചയപ്പെടുത്തുന്നത്. രോമം കത്രിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരുന്ന കുഞ്ഞാട് പോലെ എന്ന് യെശയ്യാവ് അവിടെ പരിചയപ്പെടുത്തും. യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 29 വാക്യത്തിൽ കടന്നു പോകുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 36 വാക്യം കടന്നു പോകുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. കാലസമ്പൂർണത വന്നപ്പോൾ യേശുക്രിസ്തു സ്ത്രീയിൽ കൂടെ ജനിച്ചു വന്നത് ഏദേൻ പർദീസയിൽ വെച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മാനവരാശിയെ ദൈവത്തോട് വീണ്ടും അടുപ്പിക്കുവാൻ, ഒരു പാപയാഗമായി തീരുവാൻ. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന പ്രമാണമിരിക്കെ ചരിത്രത്തിലോട്ടൊക്കെ പോകുന്നതിന് മുൻപ് സമയമില്ല. റോമൻ ഗവൺമെന്റിന്റെ കിരാതമായ ഒരു ശിക്ഷാ നിയമമാണ് അതെ തൂക്കിക്കൊല്ലുക. ദുഷ്പ്രവർത്തിക്കാര്, അതെ പാപം ചെയ്യുന്നവര്, ദുഷ്ടത ചെയ്യുന്നവര് മരണം വരെ തൂക്കിക്കൊല്ലുന്ന, അവിടെ ശവ ഇറക്കാൻ പോലും അനുവാദമില്ലാതെ അവിടെ തൂക്കിയിട്ട് പ്രാകൃതമായ ഒരു ശിക്ഷാ നടപടിയാണ് റോമൻ ഗവൺമെന്റ് കൊണ്ടുവന്നത്. ആ ശിക്ഷയിലൂടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കടന്നുപോയി. അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു എന്നുള്ള പ്രവചനത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി ഇരുവശത്തും അധർമ്മികളായ 2 പേരെ ചേർത്ത് തൂക്കി. പക്ഷേ യേശുവിനെ കുറിച്ച് പറയാൻ താൻ മരണം ആസ്വദിച്ചു. യേശു മരണം
ആസ്വദിച്ചു. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട വാക്കാന്നറിയാമോ? പലർക്കും മരണഭയം അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ യേശു നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ചവനാണ്. Praise the Lord. Hallelujah. യേശു ക്രൂശിക്കപ്പെട്ടു. ഞാൻ വേഗത്തിൽ ഒറ്റ വാക്കിൽ അത് പറഞ്ഞു പോകട്ടെ. യേശു ക്രൂശിക്കപ്പെട്ടു. യേശു മരിച്ചു, അടക്കപ്പെട്ടു. അരിമത്യയിലെ ജോസഫിന്റെ കല്ലറയ്ക്കകത്ത് യേശുവിനെ വെച്ചു. ഒരു വലിയ കല്ലുകൊണ്ട് ആ കല്ലറ അടച്ചു. യഹൂദ മതപണ്ഡിതന്മാർ, പുരോഹിതന്മാർ പീലാത്തോസിനോട് പറഞ്ഞു, യേശു ജീവിച്ചിരുന്നപ്പോൾ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് കല്ലറ ഉറപ്പാക്കണോ? പീലാത്തോസ് പറഞ്ഞു, എന്റെ സീല് തരാം, മുദ്ര തരാം, നിങ്ങൾ കല്ലിൽ മുദ്ര പതിപ്പിച്ചോളൂ, പട്ടാളക്കെ തരാം, പട്ടാളക്കാരെ കാവൽ നിർത്തിക്കോളൂ. യേശുവിനെ കല്ലറയിൽ അടക്കിക്കൊണ്ട് സാത്താന്യ ശക്തികൾ ഒരുമിച്ച് അട്ടഹസിച്ച് പറഞ്ഞു, ക്രൈസ്തവ മാർഗം, ക്രിസ്തുവിന്റെ മാർഗം ഇതോടെ അവസാനിച്ചു എന്ന് വിളിച്ച് പ്രഖ്യാപിച്ചെടുത്ത് 3-ാം നാൾ യേശു ക്രിസ്തു കല്ലറയെ ഭേദിച്ചുകൊണ്ട് പുറത്തു വരികയാണ്. ശ്രദ്ധിക്കണേ, സ്വത്ര കല്ലറയ്ക്ക് റോമൻ ഗവർണറുടെ ഒരു സീല് വെച്ചിട്ടുണ്ട്, ഇമ്പീരിയൽ മുദ്ര വെച്ചിട്ടുണ്ട്. ആ മുദ്ര പ്രൈസ് ദി ലോർഡ് പറയുകയാണ്, യോബേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തത്വത്തിന്റെ മുദ്രയായവ അകത്ത് കിടക്കുമ്പോ എനിക്കിവിടെ കാവൽ നിൽക്കാൻ പറ്റത്തില്ല. മുദ്ര ഇളകി മാറി. പട്ടാളക്കാർ വിളിച്ചു പറഞ്ഞു, സൈന്യാധിപനായ യേശു ക്രിസ്തു അകത്ത് കിടക്കുമ്പോ ഞങ്ങൾക്ക് കാവൽ നിൽക്കാൻ പറ്റത്തില്ല. പട്ടാളക്കാർ ഓടി പറഞ്ഞു, പാറ പറഞ്ഞു, യുഗങ്ങളുടെ പാറയായവ അകത്തിരിക്കുമ്പോ എനിക്ക് പുറത്തിരിക്കാൻ പറ്റത്തില്ല. പാറ ഉരുണ്ടു മാറി. ഇന്ന് രാത്രി മർമ്മങ്ങളെ ശ്രദ്ധിക്കണേ. യേശു തത്വത്തിന്റെ മുദ്രയായവൻ, യേശു യുഗങ്ങളുടെ പാറയായവൻ, യേശു സർവ സൈന്യാധിപനാണ്. ആ സൈന്യാധിപന് 2 പട്ടാളക്കാരെ കാവൽ നിർത്തി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. യേശു 3-ാം നാൾ അതിരാവിലെ മരണത്തെയും പാതാളത്തെയും ജയിച്ചുകൊണ്ട് എഴുന്നേറ്റ് കയറി വന്നു. ഹല്ലേലൂയ. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിക്ഷമുള്ളവിടെ എന്ന് പാടിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റ് വന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 1 പത്രോസ് 1:18-19 വർത്തവം പിതൃപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്നോ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിഷ്കളങ്കവോ നിർദോഷവുമായ കുഞ്ഞാട്ടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് എന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യം പഠിക്കുമ്പോൾ 24 മൂപ്പന്മാരും സിംഹാസനങ്ങളിൽ എഴുന്നേറ്റ് താഴെ ഇറങ്ങി തങ്ങളുടെ കിരീടങ്ങളെ താഴെ ഇട്ടും കൊണ്ട് പാടിയൊരു പാട്ടവിടെ കാണാം. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടോ,
നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവര് ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിയേ അതേ ഞങ്ങളെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വച്ചിരിക്കുന്നു. സ്തോത്രം. വെളിപ്പാട് 7:13 മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ഇവിടെ നിന്ന് വന്നു എന്ന് അത് ചോദിച്ചതിന് യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് ഇവർ കുഞ്ഞാട്ടിന്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവർ. സ്തോത്രം. കുഞ്ഞാട്ടിന്റെ രക്തത്താൽ. 12-ാം അധ്യായം 11-ാം വാക്യത്തില് 10-ാം വാക്യത്തില് സാത്താന് തന്റെ ജനത്തെ ദൈവമക്കളെ രാപ്പകൽ അപവാദം പറയുന്ന അപവാദിയായ സാത്താനെ സ്വർഗത്തിൽ തള്ളിയിട്ട് കളഞ്ഞല്ലോ എന്ന് പാടുമ്പോൾ 11-ാം വാക്യത്ത് അവർ സാത്താന് കുഞ്ഞാട്ടിന്റെ രക്തത്താലോ തങ്ങളുടെ സാക്ഷ്യവചനത്താലും ജയിച്ചോ. ഞാൻ ആ ഭാഗം തൽക്കാലം കട്ട് ചെയ്തുകൊണ്ട് മടങ്ങി വരട്ടെ. കുഞ്ഞാട് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിന്റെ കല്യാണ മഹോത്സവത്തെ ആലങ്കാരിക ഭാഷയിൽ പ്രവാചകനായ യോഹന്നാൻ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. കുഞ്ഞാട്ടിന്റെ കല്യാണം വന്നുവല്ലോ. തന്റെ കാന്തയോ എങ്ങനെ ഒരുക്കിയിരിക്കുന്നു? തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. സ്വത്ര കാന്ത എങ്ങനെയാ ഒരുക്കിയിരിക്കുന്നത്? തന്നെത്താൻ. ഇവിടത്തെ കാന്തകളെ മണവാട്ടികളെ ഒരുക്കാൻ ധാരാളം പേര് വേണം. എന്നാൽ ഈ ക്രിസ്തുവിന്റെ മണവാട്ടി തന്നെത്താൻ ഒരുങ്ങണം. എന്താണ് ഒരുക്കം? എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. ആകയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക. അയാൾ തിന്നു കുടിച്ച് കഴിയും വരെ. നിന്റെ വീണ്ടെടുപ്പുകാരനായി ബോബസ് കളത്തിൽ യവം തൂറ്റുന്നു. അതുകൊണ്ട് ഈ 3 കാര്യം ചെയ്യണം. 1 കുളിക്കണം, 2 തൈലം പൂശണം, 3 വസ്ത്രം മാറണം. എന്താ കുളി? സ്വത്രം. നമ്മളോട് ഇന്ന് എത്ര പേര് കുളിച്ചു എന്ന് വെച്ചാൽ എല്ലാവരും കൈപൊക്കി പറയും ഞാൻ കുളിച്ചു, കുളിച്ചിട്ടാ വന്നത്. സ്വത്രം. ആ കുളിയല്ല വിശുദ്ധ ബൈബിൾ പറയുന്ന കുളി. നിനക്ക് കളത്തിൽ ചെല്ലണമെങ്കിൽ, നല്ല ബോബസായ യേശുവിൽ നിന്ന് ചില നന്മകൾ അളന്നു വാങ്ങണമെങ്കിൽ, നിന്റെ ദാരിദ്ര്യം മാറണമെങ്കിൽ, നിന്റെ കഷ്ടത മാറണമെങ്കിൽ, നിന്റെ വേദനാജനകമായ അനുഭവങ്ങൾ മാറണമെങ്കിൽ, അതിന് പരിഹാരം പ്രാപിക്കണമെങ്കിൽ നീ ഒന്ന് കുളിച്ചിട്ട് ആ ബോബസിന്റെ അടുക്കലോട്ടൊന്ന് പോകണം. എന്താ കുളിയെന്ന് ഒന്നാമത്തെ പോപ്പായ പത്രോസ് ലീഗ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 37-ാം വാക്യത്തിൽ 38-ാം വാക്യത്തിലേക്ക് രേഖപ്പെടുത്തിയിരിക്കുക. എന്താ കുളി? 37-ാം വാക്യ. ഈ വാക്കുകളെ കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് പത്രോസിനോട്, ശിക്ഷാപ്പോസ്തലന്മാരോട്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽപ്പി. സ്വത്രം. കുളി സ്നാനമാണ്.
തളി കുളിയാകത്തില്ല. തളി കുളിയാകത്തില്ല. കുളിക്കണമെങ്കിൽ മുങ്ങി കുളിക്കണം. ബാപ്റ്റിസം, മുക്കുക, താഴ്ത്തുക, നിമഞ്ജനം ചെയ്യുക. ഞാന് കൊറ്റാമം വിശുദ്ധ കൊച്ചുത്രേശ്യ ദൈവാലയത്തിലെ ഒരു മെമ്പറാണ്. ഇന്നും അവരെന്റെ മെമ്പർഷിപ്പ് കട്ട് ചെയ്തിട്ടില്ല. ഞാൻ അവിടെ ചെന്നിരുന്ന് ആദ്യമായി പ്രാർത്ഥിക്കാൻ പഠിച്ചത് ജപമാല പ്രാർത്ഥനയാണ്. ജപമാല പ്രാർത്ഥനയൊക്കെ നന്നായി പഠിച്ചു. അവിടുത്തെ പ്രാർത്ഥനയുടെ അവസാന ഒരു വാചകം ഇങ്ങനെയുണ്ട്: പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. ജനിച്ചത് പാപത്തിൽ, ജീവിച്ചത് പാപത്തിൽ, മരിക്കുന്നതും പാപത്തിൽ. ആ വാക്കുകളുടെ ചോപ്പിച്ചനവന്റെ ഹൃദയത്തിന്റെ അകത്ത് മുഴങ്ങി വന്നപ്പോഴാണ് ഞാൻ ബൈബിൾ പഠിക്കാൻ ആരംഭിച്ച് സത്യം മനസ്സിലാക്കിയത്. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഇത് കുറെ കാലം ചൊല്ലിയേ, പക്ഷെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത അനുഭവിക്കാൻ കഴിഞ്ഞില്ല. സത്യം തിരിച്ചറിഞ്ഞോ, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുവാനിടയായി. ഈ അടുത്ത കാലത്തിൽ ബഹുമാന്യ പോപ്പ് അവറുകൾ പ്രഖ്യാപിച്ച ഏറ്റവും വലിയൊരു പ്രഖ്യാപനം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ: മറിയ സഹരക്ഷകയല്ല, യേശു മാത്രമാണ് രക്ഷകൻ. അത് ഞങ്ങൾ വർഷങ്ങളായി വിളിച്ചു പറയുകയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിയുടെ മുകളിൽ മനുഷ്യരുടെ ഇടയില് യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. യേശു മാത്രമാണ് ഏകരക്ഷകൻ. ആ യേശു ക്രിസ്തു മാനവരാശിയെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ക്രൂശിയാകമായി. അതുകൊണ്ട് പാപമോചനത്തിനായി നാം സ്നാനപ്പെടണം. ഇത് ഒന്നാമത്തെ പോപ്പായ പത്രോസ്ലീഹ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം 16-ാം വാക്യം നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ ആ വാക്യം ഒന്ന് വായിച്ചു കേട്ടാൽ വായിപ്പിച്ചാലോ? മൈക്കിൽ കൂടെ വായിച്ച് കേൾപ്പിച്ച നന്നായിരിക്കും. ഇനി താമസിക്കുന്നത് എന്ത്? എനിക്കറിയാൻ മേലഞ്ഞിട്ടല്ല, ഒന്ന് നിങ്ങളൊന്ന് കേൾക്കാൻ വേണ്ടി. ശബ്ദപരിധിയിൽ ആരെങ്കിലും കേൾക്കുന്നതും കേട്ടോട്ടെ. ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച്, യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക. ഇനി താമസിക്കുന്നതുണ്ട്. വർഷങ്ങളായി ദൈവവചനം കേട്ടിട്ടും സത്യം അറിഞ്ഞിട്ട് ഇനി താമസിക്കുന്നതുണ്ട്. എഴുന്നേറ്റ് യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക. സ്നാനം, കുളി സ്നാനമാണ്. ചിലർക്കൊരു സംശയമുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ ഒത്തിരി ഇടത്ത് പറഞ്ഞിട്ടുണ്ട്,
ഇന്നാരും കുടുംബവും സ്നാനമേറ്റോ, ഇന്നാരും കുടുംബവും സ്നാനമേറ്റോ. അപ്പൊ ഈ കുടുംബത്തിൽ കുഞ്ഞുങ്ങളില്ലേ, മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളില്ലേ, ഇവരെ കൊണ്ട് മുക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ തളിയല്ലാതെ മറ്റു മാർഗമുണ്ടോ? ഞാൻ ഒരു വാക്യം പഴയ നിയമത്തിൽ നിന്ന് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 8-ാം വാക്യം വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 8-ാം വാക്യം. മിസ്രൈം ദേശത്തിലെ പ്രമാണികളും യോസഫിന്റെ കുടുംബമൊക്കെയും. നിൽക്കട്ടെ, അവിടുത്തെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് യോസഫിന്റെ അപ്പൻ യാക്കോബ് മരണപ്പെട്ടോ. അവരിപ്പോൾ മിസ്രൈമിൽ ആണ്. ജോസഫ് അവിടുത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരിക്കുക. അപ്പനെ അടക്കാൻ ഇവര് കനാനിലേക്ക് വരികയാ. അതാ ചരിത്ര പശ്ചാത്തലം. വായിച്ചാട്ടെ. മിസ്രൈം ദേശത്തിലെ പ്രമാണികളും യോസഫിന്റെ കുടുംബമൊക്കെയും അവന്റെ സഹോദരന്മാര് പിതൃഭവനവും അവനോട് കൂടെ പോയി. ആ ശവമടക്കിന് വിലാപയാത്രയിൽ പോയി. അടുത്ത പദം. തങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവർ ഗോശെൻ ദേശത്ത് വിട്ടേച്ചു പോയി. മുകളിൽ എന്താ വായിച്ചേ? കുടുംബമൊക്കെയും പോയി. അവസാനം പറഞ്ഞു കുഞ്ഞു കുട്ടികളെ കൊണ്ടുപോയില്ല. സ്വത്ര കുടുംബമൊക്കെയും